നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നത്. എന്നാൽ സദാ ശാന്തനായിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ മറ്റുള്ളവർക്കറിയാതെ തന്നെ ഒരു ഭയം തോന്നും. അതിന് കാരണം നിശബ്ദനായിരിക്കുന്ന ഒരാളുടെ ഉള്ളിലിരിപ്പ് ആർക്കും പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണ്. അയാൾ എല്ലാ കാര്യത്തോടും പെട്ടെന്ന് പ്രതികരിക്കാറില്ല, മറിച്ച് കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇതാണ് അയാളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും കൂടുതൽ കരുത്തനാക്കുന്നതും. ഗൗതം ബുദ്ധൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്വയം ജയിക്കുന്നവനാണ് ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ സാധിക്കുക എന്ന്. പക്ഷെ ഇന്നത്തെ കാലത്തെ സങ്കടകരമായ അവസ്ഥയെന്താണെന്ന് വെച്ചാൽ, ലോകം കീഴടക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ മനുഷ്യൻ സ്വന്തം മനസ്സിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകണം, എല്ലാ തർക്കങ്ങളിലും താൻ തന്നെ ജയിക്കണം, താനാണ് ശരിയെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. ഇതൊക്കെയാണ് ഇന്നത്തെ മനുഷ്യന്റെ ലക്ഷ്യം. ഈയൊരു വാശിക്കിടയിൽ സ്വന്തം സമാധാനവും ഊർജ്ജവും തന്റെ ആത്മാവിനെ തന്നെയും അവൻ ഓരോ ദിവസവും അല്പാൽപമായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത്? അതിനു കാരണം എപ്പോഴാണ് മൗനം പാലിക്കേണ്ടതെന്ന് നമ്മൾ ഒരിടത്തുനിന്നും പഠിച്ചിട്ടില്ല. ഉറക്കെ സംസാരിക്കാനും കൃത്യമായി മറുപടി നൽകാനും സ്വന്തം ഭാഗം ന്യായീകരിക്കാനും മാത്രമാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ ശീലിച്ചത്. മിണ്ടാതിരുന്നാൽ നമ്മൾ ദുർബലരാണെന്ന് മറ്റുള്ളവർ കരുതുമെന്നൊരു തെറ്റായ ധാരണ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. എന്നാൽ മൗനം എപ്പോഴാണ് ഒരാളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നതെന്ന് ആരും നമുക്ക് പറഞ്ഞു തന്നില്ല. എല്ലാ വാക്കുകളും പുറത്തു പറയാനുള്ളതല്ല. ചില വാക്കുകൾ ഉള്ളിൽ തന്നെ മണ്ണടിയുന്നതാണ് ആത്മാവിന് ഗുണകരം. മനഃശാസ്ത്രപരമായി നോക്കിയാൽ എല്ലാ കാര്യങ്ങളോടും അനാവശ്യമായി പ്രതികരിക്കുന്ന ഒരാൾ തന്റെ ബുദ്ധിയേക്കാൾ ഉപരി വികാരങ്ങളുടെ അടിമയാണെന്ന് മനസ്സിലാക്കാം. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് നിരീക്ഷിച്ചത് അമിതമായി സംസാരിക്കുന്നത് പലപ്പോഴും ഒരാളുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയുടെ സൂചനയാണെന്നാണ്. ഉള്ളിൽ ശൂന്യത അനുഭവപ്പെടുമ്പോഴാണ് വെറും വാക്കുകൾ കൊണ്ട് അത് നിറയ്ക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നത്. തന്നിൽ തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി അയാൾ ഇങ്ങനെ ദാഹിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ അഹങ്കാരമെന്നും വാലിഡേഷൻ തേടലുമെന്നൊക്കെ വിളിക്കുന്നത്. ഓരോ അനാവശ്യ മറുപടിക്കും പിന്നിൽ ഒരുതരം പേടിയുണ്ട്. മിണ്ടാതിരുന്നാൽ മറ്റുള്ളവർ തന്നെ പരാജയപ്പെട്ടവനായി കാണുമോ എന്ന ഭയം. എന്നാൽ ബുദ്ധൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിന്റെ മൗനം നിന്റെ പരാജയമല്ല, മറിച്ച് നിന്റെ ബോധത്തിന്റെ തെളിവാണ്. കായ്ച്ചു നിൽക്കുന്ന മരങ്ങൾ എപ്പോഴും വിനയത്തോടെ താഴ്ന്നു നിൽക്കും, എന്നാൽ ഒന്നുമില്ലാത്ത മരങ്ങൾ തലയുയർത്തി അഹങ്കാരത്തോടെ നിൽക്കും. അതുപോലെ തന്നെ ഉള്ളിൽ ആത്മവിശ്വാസമുള്ള ഒരാൾ അസാമാന്യമായ ശാന്തത കൈവരിക്കും. ദുർബലനായ ഒരാൾക്ക് മാത്രമേ എപ്പോഴും സംസാരിക്കാനും തർക്കിക്കാനും താനാണ് ശരിയെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാനും വെമ്പലുണ്ടാവുകയുള്ളൂ. ആധുനിക ന്യൂറോ സയൻസും ഇത് ശരിവയ്ക്കുന്നുണ്ട്. ഡാനിയൽ കാനിമാനെപ്പോലുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് നമ്മുടെ മസ്തിഷ്കം പ്രധാനമായും 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. 1. വികാരങ്ങൾക്കടിപ്പെട്ട് വേഗത്തിൽ പ്രതികരിക്കുന്ന സ്വഭാവം. 2. സാഹചര്യങ്ങളെ വിവേകത്തോടെ നോക്കിക്കാണുന്ന ശാന്തമായ സ്വഭാവം. ചിന്തിക്കാതെ പെട്ടെന്ന് മറുപടി പറയുന്നവൻ തന്റെ വികാരങ്ങൾക്കാണ് അടിമപ്പെടുന്നത്. എന്നാൽ നിശബ്ദനായിരുന്ന് ആഴത്തിൽ ചിന്തിക്കുന്നവൻ തന്റെ വിവേകത്തെയാണ് ഉണർത്തുന്നത്. സാധാരണ മനുഷ്യരും ബുദ്ധനും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും ഇതുതന്നെയാണ്. ഗൗതം ബുദ്ധനെ ജനക്കൂട്ടം അധിക്ഷേപിച്ചു, കല്ലെറിഞ്ഞു, പലതവണ അപമാനിച്ചു. പക്ഷേ അദ്ദേഹം ഒരിക്കലും മൗനം വെടിഞ്ഞില്ല. കാരണം തന്നെ വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാനല്ല, മറിച്ച് വികാരഭരിതനാക്കി തകർക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വികാരങ്ങൾക്ക് വശപ്പെട്ട് പ്രതികരിക്കുന്ന നിമിഷം നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ വീടുകളിൽ വഴക്കുകൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും സംസാരിക്കണം, പക്ഷേ ആർക്കും കേൾക്കാൻ താൽപ്പര്യമില്ല. ഓഫീസിലെ സമ്മർദ്ദത്തിന് കാരണമെന്താണ്? എല്ലാവർക്കും താൻ മാത്രമാണ് ശരിയെന്ന് തെളിയിക്കണം. സൗഹൃദങ്ങൾ തകരാൻ കാരണമെന്താണ്? അവിടെ ധാരണയേക്കാൾ വലുതായി നമ്മുടെ ഈഗോ വളർന്നു കഴിഞ്ഞു. അമിതമായി സംസാരിക്കുന്നവർ സത്യത്തിൽ ഉള്ളുകൊണ്ട് ദുർബലരാണ്. അവർ എപ്പോഴും ബാഹ്യലോകത്തോടാണ് പോരാടുന്നത്. തനിച്ചിരുന്ന് സ്വന്തം ചിന്തകളെ അഭിമുഖീകരിക്കാൻ അവർക്ക് ഭയമാണ്. അതുകൊണ്ടാണ് അവർ ഒച്ചപ്പാടുകളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും തർക്കങ്ങളിലേക്കും പരാതികളിലേക്കും ഓടിയൊളിക്കുന്നത്. ബുദ്ധൻ പറയുമായിരുന്നു, നിനക്ക് നിന്നോടൊപ്പം തനിച്ചിരിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ നിനക്ക് ഒരു ആൾക്കൂട്ടത്തിന്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ ഇന്നത്തെ മനുഷ്യൻ ഓടുന്നത് തന്നിൽ നിന്ന് തന്നെയാണ്. അവന് മൗനത്തെ പേടിയാണ്. കാരണം ആ നിശബ്ദതയിൽ അവന്റെ യഥാർത്ഥ മുഖം തെളിഞ്ഞുവരും. മനഃശാസ്ത്രം ഇതിനെ സെൽഫ് അവയർനെസ് എന്ന് വിളിക്കുന്നു. ഈ അവബോധം ജനിക്കുന്നത് ബഹളങ്ങളിൽ നിന്നല്ല, മറിച്ച് ശാന്തമായ മൗനത്തിൽ നിന്നാണ്. ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാനുള്ള കഴിവാണ് യഥാർത്ഥ ബുദ്ധിയെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ സമയം കണ്ടെത്തുന്നില്ല, പകരം തിരിച്ചു പറയാനുള്ള വാക്കുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. അനാവശ്യമായി സംസാരിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ ഊർജ്ജം ലാഭിക്കപ്പെടും, മനസ്സ് തെളിയും. നിങ്ങൾ വെറുതെ പ്രതികരിക്കുകയല്ല, മറിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. അപ്പോഴാണ് ലോകം മാറാൻ തുടങ്ങുന്നത്, പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ. ഗൗതം ബുദ്ധന്റെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം ഇതാണ്: ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിനു മുൻപ് നിങ്ങളെ തന്നെ മനസ്സിലാക്കുക.
മറ്റുള്ളവരെ തോൽപ്പിക്കാൻ നോക്കാതെ സ്വന്തം അഹങ്കാരത്തെ തോൽപ്പിക്കുക. വാക്കുകളേക്കാൾ ശക്തി മൗനത്തിനുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങൾ നിശബ്ദനാകുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ലോകം നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങും. നിങ്ങൾ തർക്കങ്ങൾ ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം തന്നെ സംസാരിക്കാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥ മാറ്റം. അതുകൊണ്ട് അടുത്ത തവണ ഒരാൾക്ക് മറുപടി കൊടുക്കാൻ തോന്നുമ്പോൾ ഒന്ന് നിർത്തുക. 3 തവണ ദീർഘമായി ശ്വസിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഈ വാക്കുകൾ എന്റെ സമാധാനത്തേക്കാൾ വിലപ്പെട്ടതാണോ? അല്ല എന്നാണ് ഉത്തരമെങ്കിൽ മൗനം പാലിക്കുക. കാരണം ലോകത്തെയല്ല, നിങ്ങളെ തന്നെ മാറ്റാനുള്ള വഴി ആ നിശബ്ദതയാണ്. ഗൗതമ ബുദ്ധൻ മൗനത്തെ ഏറ്റവും വലിയ ശക്തിയായി കണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? വാക്കുകൾ പലപ്പോഴും അറിവില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും എന്നാൽ മൗനം വിവേകത്തിൽ നിന്നുമാണെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം മൗനം ഒരിക്കലും ഒരു ബലഹീനതയായിരുന്നില്ല, മറിച്ച് ബോധമനസ്സിന്റെ ഉന്നതമായ തലമായിരുന്നു അത്. ഒന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല അദ്ദേഹം നിശബ്ദനായിരുന്നത്, മറിച്ച് ഉള്ളിലെ ശബ്ദത്തിന് കാതോർക്കാൻ വേണ്ടിയായിരുന്നു. പലപ്പോഴും ബുദ്ധന്റെ നിശബ്ദത കണ്ട് അദ്ദേഹത്തിന് മറുപടി അറിയില്ലെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ചില സത്യങ്ങൾ വാക്കുകളിലൂടെ വിവരിക്കാനാവില്ലെന്നും അവ അനുഭവത്തിലൂടെ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ആ അനുഭവം ജനിക്കുന്നത് മൗനത്തിലാണ്. ചിന്തകളേക്കാൾ ഉപരിയായി കാര്യങ്ങളെ ദർശിക്കാനും പ്രകോപനങ്ങളോട് പ്രതികരിക്കാതെ അവബോധത്തോടെ ഇരിക്കാനുമാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ ഉടൻ തന്നെ തിരിച്ചു പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിലേക്ക് നിങ്ങൾ അറിയാതെ തന്നെ കൈമാറുകയാണ്. എന്നാൽ ആ നിമിഷമൊന്ന് ശാന്തമായി നിന്ന് ആ വാക്കുകൾ നിങ്ങളെ എന്തുകൊണ്ട് വേദനിപ്പിക്കുന്നുവെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ആത്മനിയന്ത്രണം തുടങ്ങുന്നത്. ഈ ആത്മനിയന്ത്രണമാണ് യഥാർത്ഥ കരുത്ത്. ആധുനിക മനഃശാസ്ത്രവും ന്യൂറോ സയൻസും ഇന്ന് ഇതേ കാര്യമാണ് പറയുന്നത്. പ്രേരണയും പ്രതികരണവും തമ്മിലുള്ള ആ ചെറിയ ഇടവേളയിലാണ് മനുഷ്യന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്. ബുദ്ധൻ ജീവിച്ചിരുന്നത് ആ ഇടവേളയിലാണ്. മൗനം ആ ഇടവേളയെ വലുതാക്കുന്നു. അതിലൂടെ ഒരാൾ അടിമത്തത്തിൽ നിന്ന് മോചനത്തിലേക്ക് നടന്നു നീങ്ങുന്നു. മൗനം നമ്മുടെ അഹന്തയെ ഇല്ലാതാക്കും. അഹന്ത അഥവാ ഈഗോ വാക്കുകളിലൂടെയാണ് വളരുന്നത്. നമ്മൾ നമ്മളെത്തന്നെ ന്യായീകരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴും ഈഗോ കൂടുതൽ ശക്തമാകുന്നു. എന്നാൽ മൗനം പാലിക്കുമ്പോൾ ഈഗോയ്ക്ക് ഭക്ഷണം ലഭിക്കാതെ വരികയും അത് പതുക്കെ ഇല്ലാതാവുകയും ചെയ്യുന്നു. ആ സ്ഥാനത്ത് കരുണയും വിവേകവും തിരിച്ചറിവും ജനിക്കുന്നു. അറിവ് എന്നത് വെറും വിവരങ്ങളുടെ ശേഖരമല്ല, അത് മൗനത്തിൽ നിന്നുദിക്കുന്ന ആഴത്തിലുള്ള ബോധ്യമാണ്. ബുദ്ധന്റെ ജ്ഞാനം പുസ്തകങ്ങളിൽ നിന്നല്ല, മറിച്ച് തന്റെ മനസ്സിനെ നിശബ്ദമായി നിരീക്ഷിച്ചതിൽ നിന്നാണുണ്ടായത്. ഒരാൾ സ്വന്തം മനസ്സിനെ കാണാൻ തുടങ്ങുമ്പോൾ തന്റെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, മറിച്ച് തനിക്കുള്ളിൽ തന്നെയാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് ശാന്തിയിലേക്കുള്ള വഴി. ഇന്നത്തെ മനുഷ്യൻ മൗനത്തെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സദാസമയവും ചുറ്റിലും എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളുണ്ടായിരിക്കണമെന്ന് അവൻ വാശി പിടിക്കുന്നത് എന്തിനാവാം? സംഗീതമോ വീഡിയോകളോ ഫോണിലെ നോട്ടിഫിക്കേഷനുകളോ അങ്ങനെ എന്തെങ്കിലുമൊന്ന് എപ്പോഴും കൂട്ടിനുണ്ടാവണം. സത്യത്തിൽ അവൻ ഭയപ്പെടുന്നത് മൗനത്തെയല്ല, മറിച്ച് തന്നിലേക്ക് തന്നെ നോക്കാനാണ്. ഏകാന്തതയുടെ ആ നിശബ്ദതയിൽ സ്വന്തം ഉള്ളിലെ ശൂന്യതയെ അവൻ തിരിച്ചറിയുന്നു. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ഈ ശൂന്യതയെയാണ്. മനഃശാസ്ത്രം ഇതിനെ നോയ്സ് അഡിക്ഷൻ എന്ന് വിളിക്കുന്നു. നാം നിരന്തരം ഡിജിറ്റൽ ലോകത്തെ ബഹളങ്ങളിലും പുറത്തെ ശബ്ദകോലാഹലങ്ങളിലും മുഴുകിയിരിക്കുമ്പോൾ നിശബ്ദതയെ ഒരു ഭീഷണിയായി കാണാൻ നമ്മുടെ മസ്തിഷ്കം ശീലിക്കുന്നു. മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും ഈ പേടിയെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. വെറുതെയിരിക്കുന്ന ഓരോ നിമിഷവും നാം ഫോണിലേക്ക് കണ്ണുനടാറുണ്ട്. കാരണം ആ സ്ക്രീൻ ഒന്ന് അണഞ്ഞാൽ ചിന്തകൾ ഉണരുകയായി. സ്വന്തം ചിന്തകളിൽ നിന്ന് ഓടിയൊളിക്കാനാണ് ഇന്ന് പലരും ശ്രമിക്കുന്നത്. മനുഷ്യൻ ദുഃഖിതനായിരിക്കുന്നത് അവന് സൗകര്യങ്ങൾ കുറവായതുകൊണ്ടല്ല, മറിച്ച് സ്വന്തം മനസ്സിനൊപ്പം ശാന്തമായി ഇരിക്കാൻ അവന് കഴിയാത്തതുകൊണ്ടാണ് എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. മൗനമായിരിക്കുമ്പോൾ പഴയ മുറിവുകളും പരാജയങ്ങളും പേടിയുമെല്ലാം മനസ്സിന്റെ ഉപരിതലത്തിലേക്ക് വരും. അവയെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് നാം പുറത്തെ ബഹളങ്ങളിലേക്ക് അഭയം തേടുന്നു. ഉള്ളിലേക്ക് നോക്കുന്നതിനേക്കാൾ എളുപ്പം പുറത്തേക്ക് ഓടുന്നതാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു, ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്നത് ശാന്തമായ ചിന്തയാണ് എന്ന്. പക്ഷേ ഇന്ന് ഏറ്റവും ദുർലഭമായ കാര്യവും അതുതന്നെ. നമുക്കെല്ലാം ഇന്ന് വേഗതയാണ് പ്രധാനം. വേഗത്തിലുള്ള മറുപടികൾ, വേഗത്തിലുള്ള വിനോദങ്ങൾ, പെട്ടെന്നുള്ള വിജയം. എന്നാൽ ബുദ്ധന്റെ വഴി ശാന്തവും ആഴമേറിയതുമായിരുന്നു. പെട്ടെന്ന് കിട്ടുന്നവ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുമെന്നും മൗനത്തിൽ കരുപ്പിടിപ്പിക്കുന്നവ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. സ്വന്തത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതിനർത്ഥം സ്വാർത്ഥനാകുക എന്നല്ല, മറിച്ച് അഹന്ത വെടിഞ്ഞ് സ്വയം ബോധവാനാകുക എന്നതാണ്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനു മുൻപ് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലോകത്തെ കുറ്റപ്പെടുത്തുന്നതിനു മുൻപ് സ്വന്തം പ്രതികരണങ്ങളെ നിരീക്ഷിക്കുക. താരതമ്യം ചെയ്യുമ്പോഴാണ് അഹങ്കാരവും ദുഃഖവും ജനിക്കുന്നത്. മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ്
പല രോഗങ്ങൾക്കും കാരണം. മറ്റൊരാളുടെ അളവുകോൽ വെച്ച് സ്വന്തം ജീവിതത്തെ അളക്കുമ്പോൾ അവിടെ സമാധാനം നഷ്ടപ്പെടുന്നു. ബുദ്ധൻ ഒരിക്കലും മറ്റൊരാളേക്കാൾ മികച്ചവനാകാൻ ശ്രമിച്ചില്ല, പകരം തികഞ്ഞ ബോധമുള്ളവനാകാനാണ് ശ്രമിച്ചത്. നമ്മെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളോട് വെറുതെ പ്രതികരിക്കുന്നതിന് പകരം വിവേകത്തോടെ മറുപടി നൽകാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം വളരുന്നത്. പ്രതികരണങ്ങളിൽ നമ്മുടെ ഭൂതകാലത്തെ കയ്പുണ്ടാകാം, എന്നാൽ വിവേകപൂർണമായ മറുപടിയിൽ വർത്തമാനകാലത്തെ തെളിച്ചമുണ്ടാകും. ലോകത്തിന്റെ നിയന്ത്രണത്തിലല്ല, മറിച്ച് സ്വന്തം മനസ്സിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം സ്വതന്ത്രരാകുന്നത്. നാം ഓരോരുത്തരും ഈ ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അനാവശ്യമായ തർക്കങ്ങൾ, പരാതികൾ, നമ്മളെത്തന്നെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ആന്തരിക ഊർജ്ജത്തെ ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. ബുദ്ധൻ തന്റെ ഊർജ്ജം അനാവശ്യ കാര്യങ്ങൾക്കായി പാഴാക്കിയില്ല, പകരം അദ്ദേഹം അത് കരുണയ്ക്കും ധ്യാനത്തിനും അവബോധത്തിനുമായി മാറ്റിവെച്ചു. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ തന്റെ ഊർജ്ജം മുഴുവൻ വെറുതെ നശിപ്പിക്കുകയാണ്. തന്നെ മനസ്സിലാക്കാൻ താൽപ്പര്യമില്ലാത്തവരുടെ മുന്നിൽ സ്വയം തെളിയിക്കാനും മറ്റുള്ളവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് മിക്കവരും ഇന്ന് സമയം കളയുന്നത്. അതുകൊണ്ടാണ് തന്നെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് മുന്നിൽ വിശദീകരണങ്ങൾ നൽകാൻ നിൽക്കരുത് എന്ന് ബുദ്ധൻ പഠിപ്പിച്ചത്. നിങ്ങളുടെ സമാധാനം കെടുത്തുന്നവരിൽ നിന്നും അകലം പാലിക്കുക, പകരം നിങ്ങൾക്ക് സമാധാനം നൽകുന്നവരുടെ അരികിലിരിക്കുക, അതൊരുപക്ഷെ നിശബ്ദതയാണെങ്കിൽ പോലും. ഒരാൾ നിശബ്ദതയെ പ്രണയിക്കാനും തന്നിലേക്ക് തന്നെ നോക്കാനും തുടങ്ങുമ്പോൾ അയാളുടെ ജീവിതം പുറമേ നിന്നല്ല, ഉള്ളിൽ നിന്നാണ് മാറാൻ തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ ജനക്കൂട്ടത്തിന്റെ അകമ്പടി ആവശ്യമില്ല, തന്റെ ശരികൾ ആർക്കും മുന്നിലും തെളിയിക്കേണ്ട കാര്യവുമില്ല. അയാളുടെ ആത്മാഭിമാനം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അടിമയാകുന്നുമില്ല. ആ ഒരവസ്ഥയിലാണ് ഓരോ മനുഷ്യനിലും ഒരു ബുദ്ധൻ ജനിക്കുന്നത്. അതൊരു വിഗ്രഹമല്ല, ഒരു പ്രഭാഷകനുമല്ല, മറിച്ച് കുറച്ചുമാത്രം സംസാരിക്കുകയും കൂടുതൽ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഉള്ളിൽ ഒട്ടും ഉലയാത്തൊരു വ്യക്തിത്വമാണ്. ഇതാണ് മൗനത്തിന്റെ കരുത്ത്. ഇതാണ് സ്വയം തിരിച്ചറിയുക എന്നതിന്റെ പൊരുൾ. ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോകമല്ല, മറിച്ച് മനുഷ്യൻ തന്നെയാണ് മാറുന്നത്. നിശബ്ദതയുടെ ഈ പാതയിലൂടെ ഒരാൾ നടന്നു തുടങ്ങുമ്പോൾ അയാളുടെ കാഴ്ചപ്പാടുകൾ മാറിമറയുന്നു. അയാൾക്ക് തന്റെ ഉള്ളിലെ സത്യങ്ങൾ മാത്രമല്ല, ചുറ്റുമുള്ള ലോകത്തിന്റെ പൊള്ളത്തരങ്ങളും വ്യക്തമായി കാണാൻ സാധിക്കും. നാം ഇന്ന് ജീവിക്കുന്ന ആധുനിക ജീവിതത്തിലെ പല കൈപ്പേറിയ സത്യങ്ങളും അപ്പോൾ വെളിപ്പെടും. ഇന്ന് മിക്ക വീടുകളിലും സമാധാനമില്ലാത്തതിന്റെ കാരണം പുറംലോകമല്ല, മറിച്ച് ആ വീടിനുള്ളിൽ താമസിക്കുന്നവർ തന്നെയാണ്. എല്ലാവരും ഇന്ന് തളർന്നിരിക്കുകയാണ്, പക്ഷെ അത് മാനസികമായ തളർച്ചയാണെന്ന് സമ്മതിക്കാൻ ആർക്കും മനസ്സില്ല. ജോലി കൂടുതലോ ഉത്തരവാദിത്തങ്ങളോ സാഹചര്യങ്ങളോ ആണ് തന്നെ തളർത്തുന്നതെന്നാണ് ഓരോരുത്തരും കരുതുന്നത്. എന്നാൽ ബുദ്ധന്റെ നിരീക്ഷണത്തിൽ ഏറ്റവും വലിയ തളർച്ച മനസ്സിന്റേതാണ്. ഓരോന്നിനോടും അനാവശ്യമായി പ്രതികരിക്കുമ്പോഴും സ്വയം തെളിയിക്കാൻ നിരന്തരം പോരാടുമ്പോഴുമാണ് മനസ്സ് ശരിക്കും തളരുന്നത്. എല്ലാവരും സംസാരിക്കാൻ വെമ്പുന്നു, പക്ഷേ ആരും കേൾക്കാൻ തയ്യാറല്ല. സ്വന്തം ഭാഗം സ്ഥാപിച്ചെടുക്കാനുള്ള തിടുക്കത്തിനിടയിൽ ആരും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഈഗോ അഥവാ അഹംഭാവം വളർന്നു വലുതാകുന്നതുമൂലം ബന്ധങ്ങൾ അതിന്റെ അടിയിൽ ശ്വാസം മുട്ടുകയാണ്. ഇതിനെയാണ് മനഃശാസ്ത്രം ഇമോഷണൽ എക്സോസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഒരാൾ ദീർഘകാലം തന്റെ വികാരങ്ങളെ അടിച്ചമർത്തുകയും അവ ശരിയായി മനസ്സിലാക്കാതെ പുറത്തേക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ മനസ്സ് പതിയെ ശൂന്യമായി മാറും. പിന്നെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ദേഷ്യത്തിലേക്കും അസ്വസ്ഥതയിലേക്കും നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ സമാധാനത്തിന്റെ തുരുത്തായിരുന്ന നമ്മുടെ വീടുകൾ ഇന്ന് പലപ്പോഴും ഒരു യുദ്ധക്കളമായി മാറുകയാണ്. പ്രിയപ്പെട്ടവർക്കിടയിൽ പോലും മാനസികമായ അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലെ ഈഗോ അഥവാ അഹങ്കാരമാണ്. ബുദ്ധൻ പഠിപ്പിച്ചതുപോലെ എവിടെ അഹങ്കാരം കടന്നുകൂടുന്നുവോ അവിടെ നിന്ന് സമാധാനം പടിയിറങ്ങും. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വാഴുന്നത് ഈ ഈഗോയാണ്. സോഷ്യൽ മീഡിയയിലെ ജീവിതങ്ങൾ വെറും പ്രകടനങ്ങളായി മാറുന്നതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. മനുഷ്യൻ ഉള്ളിൽ നിന്ന് ശൂന്യനായിക്കൊണ്ടിരിക്കുന്നു. ആന്തരികമായി ഈ ശൂന്യത അനുഭവിക്കുന്നവർ മാത്രമാണ് പുറമെ കൂടുതൽ ആഡംബരങ്ങളും പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത്. ഉള്ളിൽ യഥാർത്ഥ സംതൃപ്തിയുള്ള ഒരാൾക്ക് തന്റെ സന്തോഷം ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് തങ്ങൾ സന്തുഷ്ടരാണെന്നും കരുത്തരാണെന്നും മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നാം ഓരോരുത്തരും. ഉള്ളിൽ തകർന്നു തരിപ്പണമായിരിക്കുമ്പോൾ പോലും ലോകത്തിനു മുന്നിൽ കൃത്രിമമായി ചിരിക്കാൻ നാം നിർബന്ധിതരാകുന്നു. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടിയുള്ള ഈ വിശപ്പ് ഒരിക്കലും അവസാനിക്കില്ല എന്നതാണ് മനഃശാസ്ത്രപരമായ സത്യം. കാരണം അത് പുറമേ നിന്ന് നികത്താൻ കഴിയുന്ന ഒന്നല്ല. ലോകത്തിന്റെ കയ്യടികൾ ഒരു നിമിഷത്തേക്ക് നമ്മുടെ അഹങ്കാരത്തെ തൃപ്തിപ്പെടുത്തിയേക്കാം, പക്ഷെ അത് ഉള്ളിലെ അസ്വസ്ഥതകളെ കൂടുതൽ ആഴത്തിലാക്കുകയുള്ളൂ. ഇന്നത്തെ മനുഷ്യൻ ഇത്രയധികം മാനസികമായി തളർന്നുപോകാൻ മറ്റൊരു കാരണം അനാവശ്യമായ പോരാട്ടങ്ങളാണ്. ഊർജ്ജം ഒട്ടും കളയേണ്ടതില്ലാത്ത നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഇന്ന് ഏറെയും വാശി പിടിക്കുന്നത്. എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയണം,
എല്ലാറ്റിനോടും പ്രതികരിക്കണം, താനാണ് ശരിയെന്ന് എപ്പോഴും തെളിയിക്കണം. ഈ വാശികൾ നമ്മളെ ശാരീരികമായും മാനസികമായും തളർത്തുന്നു. എല്ലാ യുദ്ധങ്ങളും ജയിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവൻ യഥാർത്ഥത്തിൽ ആദ്യം തോൽപ്പിക്കുന്നത് തന്നെയാണെന്ന് ബുദ്ധൻ പറയുന്നു. ഈ മത്സരപ്പാച്ചിലിനിടയിൽ സ്വന്തം വ്യക്തിത്വം പോലും നമുക്ക് നഷ്ടമാകുന്നു. ഇന്ന് നമുക്ക് ചുറ്റും സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്, പക്ഷേ മനസ്സ് തുറന്ന് ഒന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ല. ഒരാളെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അവിടെ നിശബ്ദത ആവശ്യമാണ്. എന്നാൽ ഇന്നത്തെ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നായി ഈ നിശബ്ദത മാറിക്കഴിഞ്ഞു. മറ്റൊരാളെ ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് അല്പം നിൽക്കേണ്ടിവരും, കേൾക്കേണ്ടിവരും, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കേണ്ടിവരും. എന്നാൽ ഒന്നു നിന്നു പോയാൽ താൻ ലോകത്തിന് പിന്നിലായിപ്പോകുമോ എന്ന ഭയത്തിലാണ് ഇന്നത്തെ മനുഷ്യൻ. ഈ ഭയത്തിനുള്ള മറുപടിയായിരുന്നു ബുദ്ധന്റെ ജീവിതം. അദ്ദേഹം നിശ്ചലനായിരുന്നു, നിശബ്ദനായി സ്വയം നിരീക്ഷിച്ചു. ഓടുന്നവർക്ക് കാണാൻ കഴിയാത്ത അനേകം സത്യങ്ങൾ ആ ശാന്തതയിൽ അദ്ദേഹം ദർശിച്ചു. ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നാം ജീവിതത്തിന് നിയമങ്ങളുണ്ടാക്കുകയല്ല, മറിച്ച് സ്വാഭാവികമായി തന്നെ സമാധാനമുള്ള ഒരു ജീവിതശൈലിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ലെന്ന് അപ്പോൾ നാം തിരിച്ചറിയും. കാരണം ഓരോ വാക്കിന് പിന്നിലും ഒരു അഹങ്കാരമുണ്ടെന്നും ഓരോ അഹങ്കാരത്തിന് പിന്നിലും ഒരു അരക്ഷിതാവസ്ഥ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്നും നമുക്ക് ബോധ്യപ്പെടും. മറ്റൊരാളുടെ ദേഷ്യം അയാളുടെ ഉള്ളിലെ സങ്കടമാണെന്നും അതിനോട് പ്രതികരിക്കാൻ തുടങ്ങുന്ന നിമിഷം ആ സങ്കടം നമ്മുടേതു കൂടിയായി മാറുമെന്നും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാനസിക ഊർജ്ജം പരിമിതമാണെന്ന് മനഃശാസ്ത്രവും അടിവരയിടുന്നു. എല്ലാ കാര്യങ്ങളും ഹൃദയത്തിലേക്കെടുക്കുന്നവർ പെട്ടെന്ന് തകർന്നുപോകും. അതുകൊണ്ടുതന്നെ തന്റെ ഊർജ്ജം എവിടെ ചെലവാക്കണമെന്ന് ബുദ്ധൻ കൃത്യമായി തീരുമാനിച്ചിരുന്നു. എവിടെ കരുണ കാട്ടണം, എവിടെ നിശബ്ദത പാലിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ തന്റെ ശ്രദ്ധയും വികാരങ്ങളും സമയവും അനാവശ്യമായി എല്ലാവർക്കുമായി വിട്ടുകൊടുക്കുന്നു. ഒടുവിൽ സ്വയം ശൂന്യനായി മാറുന്നു. എല്ലാ സത്യങ്ങളും എപ്പോഴും തുറന്നു പറയുന്നത് ബുദ്ധിയല്ല, മറിച്ച് എവിടെ മൗനം പാലിക്കണമെന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ വിവേകം ആരംഭിക്കുന്നത്. ഈ അവബോധം നമ്മുടെ ജീവിതത്തിലും പകർത്തിയാൽ നഷ്ടപ്പെട്ട സമാധാനം തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ബുദ്ധഭഗവാനേക്കാൾ നന്നായി മൗനത്തിന്റെ അർത്ഥം മറ്റാർക്കാണ് പറഞ്ഞുതരാൻ കഴിയുക? പലപ്പോഴും ഗഹനമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പുലർത്തിയ ആ നിശബ്ദത ഉത്തരമില്ലാത്തതുകൊണ്ടാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അത് ലോകത്തോടുള്ള ആഴമേറിയ കരുണയായിരുന്നു. പക്വതയില്ലാത്ത മനസ്സുകളിലേക്ക് പച്ചയായ സത്യങ്ങൾ വിളിച്ചുപറയുന്നത് മുറിവുകൾ ഉണക്കാനല്ല, മറിച്ച് പുതിയ മുറിവുകൾ സൃഷ്ടിക്കാനേ ഉപകരിക്കൂ എന്ന് മനഃശാസ്ത്രവും അടിവരയിടുന്നു. ബുദ്ധന്റെ മൗനം അറിവിന്റെയും വിവേകത്തിന്റെയും അടയാളമായിരുന്നു. ഓരോ ദിവസവും അല്പനേരം സ്വന്തം മനസ്സിനോടൊപ്പം ചിലവഴിക്കുക എന്നത് കേവലമൊരു ശീലമല്ല, അതൊരു അനിവാര്യതയാണ്. ഇന്നത്തെ ലോകത്ത് നമ്മൾ എല്ലാവരുമായും ഡിജിറ്റലായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ സ്വന്തം ആത്മാവിൽ നിന്ന് നമ്മൾ അത്രമേൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. സ്വന്തം ഉള്ളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരാൾക്ക് പുറത്തെ ഒരു ബന്ധവും യഥാർത്ഥ സമാധാനം നൽകില്ലെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. സ്വന്തം ഏകാന്തതയെ ഭയന്ന് ആൾക്കൂട്ടത്തിലേക്ക് ഓടിപ്പോകുന്നവർ അവിടെവിടെയും അപരിചിതരായി തുടരുമെന്ന് കാൾ യുങ് പറഞ്ഞതും ഇതുകൊണ്ടുതന്നെയാണ്. ഈയൊരു സത്യത്തെയാണ് ബുദ്ധൻ തന്റെ മൗനത്തിലൂടെ അനുഭവിച്ചു തീർത്തത്. പുറത്തെ കോലാഹലങ്ങളിൽ തളച്ചിടപ്പെടാതെ സ്വന്തം കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് വളർച്ചയുടെ ആദ്യപടി. ലോകത്തെ മാറ്റാനല്ല, മറിച്ച് തന്റെ പാതയിൽ ഉറച്ചു നിൽക്കാനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ശബ്ദങ്ങൾ പുറത്താണെന്നും എന്നാൽ കർമ്മങ്ങൾ ജനിക്കുന്നത് ഉള്ളിലാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അകമേ ശാന്തനാകുന്നവന് മാത്രമേ പുറത്തെ കൊടുങ്കാറ്റുകൾക്കിടയിലും തളരാതെ നിൽക്കാൻ കഴിയൂ. തീർച്ചയായും ഈ യാത്ര അത്ര എളുപ്പമല്ല. ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഉള്ളുലഞ്ഞു പോയേക്കാം. നമ്മളെ തന്നെ ലോകത്തിനു മുന്നിൽ ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ച് നമ്മൾ അത്രമേൽ മടുത്തുപോകും. പ്രിയപ്പെട്ടവർക്കായി ഇത്രയൊക്കെ ചെയ്തിട്ടും ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന നോവ് മനസ്സിനെ വേട്ടയാടും. പ്രതീക്ഷകൾ എപ്പോഴും വേണ്ടപ്പെട്ടവരിൽ നിന്നാണല്ലോ, അതുകൊണ്ടുതന്നെ അവർ നൽകുന്ന മുറിവുകൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. വാക്കുകൾക്കർത്ഥമില്ലാതാകുന്ന പരാതികൾ വെറും പാഴ്വേലയാണെന്ന് തോന്നുന്ന അത്തരമൊരു നിമിഷത്തിലാണ് മനുഷ്യൻ മൗനത്തെ പുണരുന്നത്. ആ നിശബ്ദതയിൽ കനത്ത വേദനയുണ്ടാകാം, എന്നാൽ ആ വേദനയിലാണ് ജീവിതത്തിന്റെ വലിയ പാഠങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. തകരുക എന്നത് ഒന്നിന്റെയും അന്ത്യമല്ലെന്നും മറിച്ച് അതൊരു പുതിയ പ്രഭാതത്തിന്റെ തുടക്കമാണെന്നുമാണ് ബുദ്ധൻ ലോകത്തോട് പറഞ്ഞത്. ആ മൗനത്തിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ വ്യക്തിത്വം ജനിക്കുന്നു. അഹന്ത അസ്തമിക്കുകയും ഉൾക്കാഴ്ച ഉണരുകയും ചെയ്യുന്ന ഈ നിമിഷത്തെയാണ് മനഃശാസ്ത്രം പരിവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നത്. പോരാടേണ്ടത് ലോകത്തോടല്ല, സ്വന്തം മനസ്സിനോടാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന പുണ്യനിമിഷം. ആ അറിവിനൊപ്പം നമ്മുടെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ശാന്തി പെയ്തിറങ്ങും. പുറത്തെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും അതിലൊന്നും ഉലയാത്ത അസാധാരണമായ സമാധാനം. അവിടെ വെച്ചാണ് നമ്മുടെ കഥ മാറുന്നത്. ബഹളങ്ങളിൽ നിന്ന് മൗനത്തിലേക്കും വെറും പ്രതികരണങ്ങളിൽ നിന്ന് തിരിച്ചറിവിലേക്കുമുള്ള മനോഹരമായ മാറ്റം. വിശദീകരണങ്ങൾ നൽകാൻ നിൽക്കാതെ ഒന്നിനും മറുപടി പറയാതെ ആ മൗനത്തിൽ അലിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കും. അത് പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് ഒരു ഹിമഗണം പോലെ മെല്ലെ അതിലും സുന്ദരമായി സംഭവിക്കുന്ന ഒരു മാറ്റമായിരിക്കും. ചിലപ്പോൾ വലിയ ബഹളങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ മൗനമായിരിക്കും.
ഈ നിശബ്ദതയാണ് ഒരു മനുഷ്യനിൽ സംഭവിക്കാവുന്ന ഏറ്റവും അവിശ്വസനീയമായ മാറ്റം. പുറമേ നിന്നോ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞെന്നു വരില്ല. പക്ഷേ അയാളുടെ ഉള്ളിൽ ഒരു വലിയ കടൽ ശാന്തമായതുപോലെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. പഴയതുപോലെ ചെറിയ തർക്കങ്ങളിലോ പ്രശ്നങ്ങളിലോ അയാൾ പതറിപ്പോകില്ല. ഈ ശാന്തതയിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു പുതിയ ആത്മവിശ്വാസമാണ്. അത് അലറിവിളിച്ചു പറയുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ സാന്നിധ്യത്തിലൂടെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നിശബ്ദ കരുത്താണ്. മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ഉള്ളിലെ കരുത്ത് കണ്ടെത്തിയ ഒരാൾക്ക് ലോകത്തിന്റെ കയ്യടികൾക്കായി കാത്തുനിൽക്കേണ്ടി വരില്ല എന്ന്. ഗൗതമബുദ്ധൻ ഈ ലോകത്തെ കീഴടക്കിയത് തന്റെ പ്രസംഗങ്ങൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ച ആ മൗനം കൊണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിലെ സമാധാനമെന്നത് പുറമേയുള്ള സാഹചര്യങ്ങൾ തരുന്ന ഒന്നല്ല, മറിച്ച് എല്ലാം എന്റെ നിയന്ത്രണത്തിലല്ല എന്ന വലിയ സത്യം നാം തിരിച്ചറിയുമ്പോൾ ലഭിക്കുന്ന ഒന്നാണത്. മാറ്റങ്ങളെ തടയാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ ദുഃഖിക്കുന്നത് എന്ന് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒഴുകുന്ന പുഴയെ തടഞ്ഞു നിർത്താൻ നോക്കാതെ അതിനൊപ്പം ഒഴുകാൻ പഠിക്കുന്നതാണ് ജീവിതം. ഈ തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്നത് മൗനമാണ്. ബഹളങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. അവർ വെറും പ്രതികരണങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. എന്നാൽ മൗനത്തിൽ സമയം ചെലവഴിക്കുന്നവന്റെ മനസ്സ് തെളിഞ്ഞ ആകാശം പോലെയായിരിക്കും. ജീവിതത്തിലെ നിർണായകമായ ഓരോ ചുവടും ബുദ്ധനെടുത്തത് ഈ നിശബ്ദതയിലിരുന്നാണ്. കാരണം മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പിന്നീട് വലിയ സങ്കടങ്ങൾക്ക് കാരണമാകാറുണ്ട്. മൗനം നമുക്ക് നൽകുന്ന മറ്റൊരു വലിയ സമ്മാനം അത് നമ്മുടെ ആത്മഗൗരവം തിരികെ നൽകുന്നു എന്നതാണ്. ഇത് അഹങ്കാരമല്ല, മറിച്ച് നമ്മളെത്തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്ന രീതിയാണ്. എല്ലാവരെയും പ്രീണിപ്പിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് എന്നാണോ നിങ്ങൾ തിരിച്ചറിയുന്നത്, അന്നാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. തന്നെത്താൻ ബഹുമാനിക്കാത്ത ഒരാളെ ലോകം ഒരിക്കലും ബഹുമാനിക്കില്ല എന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. ഈ മാറ്റം ഉള്ളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചുവടിലും നോട്ടത്തിലും ഒരു പ്രത്യേക ഗാംഭീര്യം കൈവരും. നിങ്ങൾ മാറുന്നതിനനുസരിച്ച് ലോകം നിങ്ങളോട് പെരുമാറുന്ന രീതിയും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്ഭുതകരമായി തോന്നാമെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും ഇതുതന്നെയാണ്. നിങ്ങളുടെ മൗനം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നതും പ്രതികരിക്കുന്നതും നിങ്ങൾ നിർത്തുമ്പോൾ പഴയതുപോലെ നിങ്ങളെ എളുപ്പത്തിൽ അളക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഒരാളുടെ പ്രതികരണങ്ങൾ പ്രവചനാതീതമാകുമ്പോൾ ചുറ്റുമുള്ളവർ ആ വ്യക്തിയോട് അല്പം ജാഗ്രതയോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ തുടങ്ങുമെന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ട്. ബുദ്ധന്റെ മൗനവും ഇതായിരുന്നു. അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. കാരണം വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ അവിടെ അഹംഭാവത്തിന്റെ ഒരു കണിക പോലും ബാക്കിയുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ആദരവ് എന്നത് നാം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് നമ്മുടെ സാന്നിധ്യത്തിലൂടെ മറ്റുള്ളവരിൽ ഉണ്ടാവേണ്ടതാണ്. നിങ്ങളെത്തന്നെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ ലോകം നിങ്ങളെ ആദരവോടെ നോക്കി നിൽക്കും. ബുദ്ധൻ ഒരിക്കലും ബഹുമാനം ആവശ്യപ്പെട്ടിരുന്നില്ല, എന്നിട്ടും ചക്രവർത്തിമാർ പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ ശിരസ് നമിച്ചു. ഇതിനെയാണ് മൗനത്തിന്റെ കരുത്ത് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഈ ലോകമെന്ന മത്സരക്കളത്തിൽ നിന്ന് പുറത്താവുകയല്ല, മറിച്ച് ആ കളികൾക്കെല്ലാം മുകളിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. പണ്ട് നിങ്ങൾ എല്ലാ തർക്കങ്ങളിലും അനാവശ്യ നാടകങ്ങളിലും പങ്കുചേർന്നിട്ടുണ്ടാകാം. എന്നാൽ മൗനത്തിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ ഒരു നിരീക്ഷകനായി മാറുന്നു. ഒരു സാക്ഷിയായി ജീവിതത്തെ കാണുമ്പോഴാണ് അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബുദ്ധൻ ജീവിതത്തെ ഒരു പോരാട്ടമായിട്ടല്ല, ഒരു പ്രക്രിയയായിട്ടാണ് കണ്ടത്. അതുകൊണ്ടുതന്നെ ഒരു കെട്ടുപാടിലും പെടാതെ അദ്ദേഹം വിമുക്തനായി. ഇതൊന്നും വെറും കേട്ടുകഥകളല്ല, മറിച്ച് ബുദ്ധൻ കാണിച്ചുതന്ന തികച്ചും പ്രായോഗികമായ വഴികളാണ്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ മൗനത്തെ ചേർത്തുപിടിക്കുന്നതാണ് യഥാർത്ഥ സാധന. ഈ ലോകം ഉണർന്ന് ബഹളമയമാകുന്നതിന് തൊട്ടുമുൻപുള്ള ആ പ്രഭാത നിമിഷങ്ങൾ, ആ സമയത്ത് സ്വയം ഒന്ന് ശാന്തമായി ഇരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ദിവസത്തിന്റെ ഗതി തന്നെ മാറിമറിയും. നമ്മുടെ പ്രഭാതത്തിലെ മാനസികാവസ്ഥയാണ് ആ ദിവസം മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യോദയത്തിനു മുൻപേ ബുദ്ധൻ ധ്യാനത്തിൽ മുഴുകിയിരുന്നത്. സമാധാനം എന്നത് പുറത്തുനിന്ന് തേടേണ്ടതല്ല, അത് ഉള്ളിൽ നിന്നും ഉണ്ടാവേണ്ടതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സംസാരിക്കുന്നതിന് തൊട്ടുമുൻപ് ഒന്ന് നിർത്തുക, വെറുമൊരു നിമിഷം. ആ ചെറിയ ഇടവേള മതിയാകും വലിയ തർക്കങ്ങളില്ലാതാക്കാൻ. ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്കും നമ്മുടെ പ്രതികരണങ്ങൾക്കുമിടയിലുള്ള ആ ചെറിയ നിമിഷത്തിലാണ് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഒളിഞ്ഞിരിക്കുന്നത്. ബുദ്ധൻ ആ നിമിഷത്തിലാണ് ജീവിച്ചിരുന്നത്. ഓരോ വാക്കും പുറത്തുവരുന്നതിന് മുൻപ് തിരിച്ചറിവുണർന്നാൽ നമ്മുടെ വാക്കുകൾ ഒരിക്കലും മറ്റൊരാളെ മുറിപ്പെടുത്തില്ല. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ബഹളങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടുനിൽക്കുന്നത് പോലും ഒരു മൗനസാധനയാണ്. മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങളും കാട്ടിക്കൂട്ടലുകളും നമ്മുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുകയുള്ളൂ. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നത് നിങ്ങളോട് തന്നെയുള്ള കരുണയാണെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. ഓരോ ദിവസവും സ്വന്തം ഉള്ളിലേക്ക് നോക്കുക, നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക. ഇതാണ് ഏറ്റവും കഠിനമായ എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ പരിശീലനം. മറ്റാരെ പറ്റിച്ചാലും സ്വന്തം മനസ്സിനെ പറ്റിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ.
അങ്ങനെയെല്ലാം തികഞ്ഞ ഒരു നിമിഷം വന്നെത്തും. മൗനമെന്നത് ബലഹീനതയല്ല, വലിയൊരു ശക്തിയാണെന്ന് നിങ്ങളന്ന് തിരിച്ചറിയും. നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ലോകത്തെ മാറ്റുന്നതിനു മുൻപ് സ്വയം മാറുന്നതാണ് ബുദ്ധദർശനത്തിന്റെ സാരം. അദ്ദേഹം ലോകത്തെ തിരുത്താൻ ഒരു പ്രസ്ഥാനം തുടങ്ങുകയല്ല ചെയ്തത്, മറിച്ച് നിന്റെ ഉള്ളിൽ ബോധത്തിന്റെ ഒരു ദീപം തെളിക്കുകയായിരുന്നു. ആ ദീപം ഇന്നും അണയാതെ ജ്വലിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളിലെവിടെയോ ഒരു പുത്തൻ ഉണർവ് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ജീവിതത്തിന്റെ ബഹളങ്ങളിൽ പെട്ടുപോയ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം പകർന്നു നൽകുക. മൗനത്തിലൂടെ സ്വയം കണ്ടെത്തുന്ന ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ ചാനലിലൂടെ നമുക്ക് ആത്മബോധത്തിന്റെ പുതിയ തലങ്ങൾ തേടാം.